നമ്മൾ ചീരവിത്തുകൾ പാകുന്ന സമയത്തെ ഒത്തിരി പേർക്കുടെ പരാതിയാണ് നമ്മുടെ ചീരവിത്തുകൾ മുളയ്ക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ മുളയ്ക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഉറുമ്പ് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. പകുതിയോളം നമ്മൾ ഈ വിത്തുകൾ ഇടുമ്പോൾ തന്നെ ഉറുമ്പുകൾ വന്ന് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു പ്രതിവിധിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയണത്. ഇപ്പോൾ ഞാൻ നടുന്നത് ഇതുപോലത്തെ ചുമന്ന ചീരയുടെ വിത്തുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ഈ ചീരയുടെ വിത്തുകൾ ഇതേപോലെ ഒരു കോട്ടൺ തുണിയിലോട്ട് ഇട്ടിട്ട് ഇതേപോലെ കിഴി കെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ നേരം ഒന്നുകിൽ കഞ്ഞിവെള്ളത്തിൽ, നേർപ്പിച്ച കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ലായനിയിലോ 1 മണിക്കൂർ നേരം ഇതേപോലെ കിഴി പോലെ തന്നെ നമ്മൾ ഇട്ട് വെച്ചു കേട്ടോ. അതിന് ശേഷം ആ കിഴി വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് വെള്ളമില്ലാത്ത ഒരു പാത്രത്തിലോട്ട് ഇതേപോലെ എടുത്തു വെച്ചു. അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മുടെ വിത്തുകളെല്ലാം ഇത് കണ്ടോ നല്ല രീതിയിൽ മുളച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് എല്ലാ വിത്തുകളും മുളച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വിത്തുകൾ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ വിത്തും പോലും പോവാതെ നമുക്ക് മുളച്ച് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇത് കണ്ടോ, ഇത് ഞാനിവിടെ കൊത്തി ഇളക്കിയിട്ടിരിക്കുന്നതാണ്. നല്ല രീതിയിൽ കൊത്തി ഇളക്കി കട്ടയും കല്ലും ഒന്നും ഇല്ലാതെ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ വിതറി നമ്മൾ നട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ചീരവിത്ത് പോലും നഷ്ടപ്പെടാതെ നമുക്ക് മുളച്ച് കിട്ടും കേട്ടോ.